പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. വീണ്ടും കർത്താവിൻ്റെ വചനമായി നിങ്ങളുടെ മുൻപിൽ വരുവാൻ സ്വർഗമൊരുക്കി തന്ന നല്ല ഭാഗ്യത്തിനായി കർത്താവിന് നന്ദി പറയുന്നു. പ്രിയരെ, ഈ സന്ദേശങ്ങൾ എല്ലാവർക്കും വളരെ അനുഗ്രഹമാകുന്നു എന്ന് കേൾക്കുന്നതിൽ സന്തോഷം. പ്രത്യേകിച്ചും യൗവനക്കാരെ പരിശുദ്ധാത്മാവ് തൊട്ടുകൊണ്ടിരിക്കുന്നു. ഒരുപാട് യൗവനക്കാർ അവർ ഇരിക്കുന്ന സാഹചര്യത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കാൻ വിളിക്കുന്നു. അത് കേൾക്കുന്നതിൽ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ അതിയായ സന്തോഷം എനിക്കുണ്ട്. പ്രൈസ് കാൾ. കുറച്ച് മുമ്പ് നമ്മൾ ലൈവ് ഇട്ടിരുന്നു. ആമേൻ. കുറച്ച് സാങ്കേതികമായ വിഷയമുള്ളത് കൊണ്ട് അത് കട്ടായിപ്പോയി. ആമേൻ. വീണ്ടും നിങ്ങൾ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് എഴുതി അറിയിക്കുക, കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ വിഷയങ്ങൾ എൻ്റെ പ്രാർത്ഥനാ റൂമിൽ ഉണ്ടാകുമെന്ന് ആമേൻ യേശുവിൻ്റെ നാമത്തിൽ പറയുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രൈസ് ഗോഡ്. വലിയ നന്മയോടും വലിയ അനുഗ്രഹത്താലും പരിശുദ്ധാത്മാവ് നമ്മെ നിറയ്ക്കട്ടെ. ഓരോ ദിവസം തോറും നടത്തുന്ന സകല വിഷയങ്ങളും അങ്ങയുടെ കൃപയാണ്. അങ്ങയോടുള്ള ആമേൻ അങ്ങ് ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹമാണ്. മാനവും പുകഴ്ചയെല്ലാം എല്ലാം എല്ലാം കർത്താവിന് തന്നെ. പ്രൈസ് ഗോഡ്. ഈ ശുശ്രൂഷകൾ കണ്ടുകൊണ്ടിരിക്കുന്ന, അപ്ലോഡ് ചെയ്തതിന് ശേഷം കാണുന്ന എല്ലാവരെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എനിക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, അല്ലെങ്കിൽ എൻ്റെ നമ്പർ വാട്സപ്പ് നമ്പറിൽ എഴുതി അറിയിക്കുക. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനാ റൂമിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രൈസ് ഗോഡ്. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റുള്ളവരിലേക്ക് ഈ ആത്മീയ സന്ദേശം എത്തിക്കാൻ നിങ്ങൾ ഉത്സാഹം കാണിക്കണം. കർത്താവ് നിങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധാത്മാവ് ഈ നിമിഷം സംസാരിക്കുവാൻ ഹൃദയത്തിൽ തന്ന ദൈവിക ആത്മീയ ചിന്തയുടെ ആത്മീയ സന്ദേശത്തിൻ്റെ വേദഭാഗം തീത്തോസിൻ്റെ ലേഖനം, അതിൻ്റെ 1-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള തിരുവചനമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. 1-ന്റെ 6 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങൾ. പ്രൈസ് ഗോഡ്. മൂപ്പന്മാർ കുറ്റമില്ലാത്തവരും ഏകഭാര്യയുള്ളവനും ദുർനടപ്പിന്റെ ശക്തിയോ അനുസരണക്കേടോ ഇല്ലാത്ത വിശ്വാസികളും മക്കളുള്ളവനും ആയിരിക്കണം. അധ്യക്ഷൻ ദൈവത്തിന്റെ ഗ്രഹവിചാരകനാകയാൽ അനിന്ദ്യനായിരിക്കണം. തന്നിഷ്ടക്കാരനും കോപിയും മദ്യപ്രിയനും തല്ലുകാരനും ദുർലാഭമോഹിയും പ്രൈസ് ഗോഡ് അരുത്. അതിഥിപ്രിയനും സൽഗുണപ്രിയനും സുബോധശീലനും നീതിമാനും നിർമ്മലനും ജിജേന്ദ്രിയനും പഥ്യ ഉപദേശത്താൽ പ്രബോധിപ്പിപ്പാനും വിരോധികൾക്ക് ബോധം വരുത്തുന്നവനും ശക്തനാകേണ്ടതിന് ഉപദേശപ്രകാരമുള്ള വിശ്വാസവചനം മുറുക്ക പിടിക്കുന്നവനുമായിരിക്കണം. പ്രൈസ് ഗോഡ്. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനം പൗലോസിലൂടെ തീത്തോസിന് പരിശുദ്ധാത്മാവ് പൗലോസിന്റെ ഹൃദയത്തിൽ എഴുതുവാൻ കൊടുത്ത ദൈവിക ആത്മീയ ചിന്ത. പ്രൈസ് ഗോഡ്. പൗലോസ് പറയാണ്, തീത്തോസേ, നീ അടുത്ത തലമുറകൾക്ക് പട്ടണങ്ങളിൽ നീ ചില മൂപ്പന്മാരെ എഴുന്നേൽപ്പിക്കണം. പ്രൈസ് ഗോഡ്. ആത്മീയ കാഴ്ചപ്പാടുള്ള, ദൈവിക ശുശ്രൂഷയുടെ വെളിപ്പാടുള്ള, ആത്മീയപരമായ ദർശനമുള്ള സ്തോത്രം പൗലോസ് അടുത്തൊരു ലീഡർഷിപ്പിനെ എഴുന്നേൽപ്പിക്കുകയാണ്. പ്രൈസ് ഗോഡ്. ഇന്നത്തെ ലീഡർഷിപ്പുമാർ 90 വയസ്സായാലും അവരുടെ സ്നാനം, അവരുടെ ലീഡർ സ്ഥാനം വിട്ടുകൊടുക്കാൻ മനസ്സില്ലാതിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പൗലോസ് ടൈറ്റസിനോട് പറയുകയാണ്, അടുത്ത പട്ടണങ്ങളിൽ നീ ചില മൂപ്പന്മാരെ എഴുന്നേൽപ്പിക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് പൗലോസ് പറയാനുള്ള കാരണം? പൗലോസ് എവിടെയൊക്കെ ശുശ്രൂഷകൾക്ക് വേണ്ടി പോയിട്ടുണ്ടോ, എവിടെയൊക്കെ വചനത്തിന്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി എഴുന്നേറ്റ് നിന്നിട്ടുണ്ടോ, അവിടെയൊക്കെ തലമുറകൾക്ക് ശുശ്രൂഷയെ കൈമാറുവാൻ, അടുത്ത തലമുറയിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കുവാൻ പൗലോസ് മറന്നുപോയിട്ടില്ല. പ്രൈസ് ഗോഡ്. ആമേൻ. ആമേൻ.
പ്രിയരെ, നമ്മുടെ ശുശ്രൂഷയ്ക്കകത്ത് അടുത്ത തലമുറകൾക്ക് കൈമാറാനുള്ളത് അവിടെ വെച്ച് കൈമാറിക്കോണം. പ്രൈസ് ഗോഡ്. അത് പിന്നീടാകാം, എനിക്ക് വയസ്സാകാം എന്ന് വിചാരിച്ചിരിക്കരുത്. പ്രൈസ് ഗോഡ്. ദൈവത്തിന്റെ നിയോഗവും ദൈവത്തിന്റെ വെളിപ്പാടും ആത്മാഭിഷേകത്തിന്റെ ഉത്തേജനവും ഹൃദയത്തിന്റെ അകത്ത് തോന്നുന്നുണ്ടെങ്കിൽ, പ്രൈസ് ഗോഡ്, ശുശ്രൂഷയുടെ തലത്തിൽ അടുത്ത ജനറേഷനെ എഴുന്നേൽപ്പിക്കുവാൻ നമ്മുടെ ശുശ്രൂഷകൾക്ക് വേണ്ടി, ഹല്ലേലൂയ, നമ്മുടെ ശുശ്രൂഷയിൽ ആമേൻ ആമേൻ അങ്ങനെ ഒരു കാര്യവും അങ്ങനെ ഒരു ആത്മീയ വെളിപ്പാടും എപ്പോൾ ഹൃദയത്തിൽ കത്തിക്കൊണ്ടിരിക്കണം. പൗലോസിന് ആ കത്തൽ, ആ പരിശുദ്ധാത്മാവിലുള്ള ആ റെവലേഷൻ പൗലോസിന്റെ അകത്തുണ്ടായിരുന്നു. കൊരിന്തിൽ ശുശ്രൂഷിക്കുമ്പോൾ സ്തോത്രം ചെയ്യുന്നു, അവിടെയും ചില ലീഡർമാരെ പൗലോസ് എഴുന്നേൽപ്പിച്ചു. എഫെസോസിലായിക്കോട്ടെ, ഫിലിപ്പോസിൽ ഫിലോമോന് ലേഖനം എഴുതുമ്പോൾ ആയിക്കോട്ടെ, ഗലാത്യയിലായിക്കോട്ടെ, ഫിലിപ്പിലായിക്കോട്ടെ, റോമിലായിക്കോട്ടെ, പൗലോസ് എവിടെയൊക്കെ ശുശ്രൂഷകൾക്ക് വേണ്ടി എഴുന്നേറ്റ് നിന്നോ അവിടെയൊക്കെ പൗലോസ് അടുത്ത തലമുറയിലേക്ക് കൈമാറുവാൻ, അടുത്ത തലമുറയിലേക്ക് ദൈവിക ശുശ്രൂഷയുടെ ഒരു കൈമാറ്റം നടത്തുവാൻ, അടുത്ത തലമുറയ്ക്ക് ദൈവിക ആത്മീയ ചിന്തയുടെ റെവലേഷൻ കൈമാറുവാൻ പൗലോസ് മറന്നുപോയില്ല. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് തന്നെ അന്ത്യോക്യ സഭയിൽ ശുശ്രൂഷകൾക്ക് വേണ്ടി പൗലോസ് പോയപ്പോൾ അവിടെയും പൗലോസ് ഒരു വ്യക്തിയെ കണ്ടിരുന്നു ആത്മാവിൽ എഴുന്നേൽപ്പിക്കുവാൻ. പ്രൈസ് ഗോഡ്. അവൻ അവിടെ ഇരുന്ന് പാടുകയായിരിക്കാം, അവനപ്പോൾ പായിൽ അവിടെ ഇരിക്കുകയായിരിക്കാം, അവനെ ചർച്ചുമായി ബന്ധപ്പെട്ട് ഇരിക്കുവായിരിക്കാം. പക്ഷേ അടുത്ത റെവലേഷന്റെ അകത്ത്, അടുത്ത ശുശ്രൂഷകൾക്ക് വേണ്ടി പൗലോസിന് എഴുന്നേൽപ്പിക്കണമെന്നുള്ളത് വിളിക്കകത്ത് കിടക്കുന്നത് കൊണ്ട്, സ്തോത്രം, ഒന്നുകൂടെ ഞാൻ പറയുന്നു, അടുത്ത ജനറേഷനെ എഴുന്നേൽപ്പിക്കണമെന്ന് കോളിംഗ് വിളിക്കകത്ത് കിടക്കുന്നതുകൊണ്ട് പൗലോസ് എവിടെയൊക്കെ ശുശ്രൂഷകൾക്ക് വേണ്ടി പോയോ അവിടെയൊക്കെ ആത്മാവിൽ എഴുന്നേൽപ്പിക്കുവാൻ അവൻ മറന്നുപോയില്ല. പ്രൈസ് ഗോഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്ത ജനറേഷനെ എഴുന്നേൽപ്പിക്കുവാൻ പൗലോസ് മറന്നുപോയില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിലും അങ്ങനെയുള്ളവർ എഴുന്നേൽക്കണം. ആത്മാവിന്റെ എരിവോടെ അടുത്ത തലമുറയിലേക്ക് ദൈവിക ശുശ്രൂഷയുടെ കൈമാറ്റം നടത്തുവാൻ, ഹല്ലേലൂയ, ഒരു കൂട്ടുവേലക്കാരെ, ഒരു കൂട്ടത്തെ പരിശുദ്ധാത്മാവിൽ എടുത്തുപോക്കാൻ ആത്മീയ നിയോഗത്തിന്റെ അഭിഷേകം പ്രാപിക്കണമെന്ന് ഈ സന്ദേശത്തിലൂടെ പരിശുദ്ധാത്മാവിൽ ഞാൻ പ്രബോധിപ്പിക്കട്ടെ. ഹല്ലേലൂയ. പൗലോസ് ഇങ്ങനെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവിൽ എഴുന്നേൽപ്പിക്കണം എന്നുള്ള ബോധ്യമുണ്ടായിരുന്നു. പ്രൈസ് ഗോഡ്. എന്തുകൊണ്ടാണ് പൗലോസിന് ഈ ബോധ്യം വന്നത്? ഒരു തലമുറകൾ, സ്തോത്രം, ഒരു കാലഘട്ടത്തിൽ തൻ്റെതായ ജീവിതത്തിന്റെ മുൻകാലങ്ങളിൽ തനിക്ക് പറയാനുണ്ട്. ജനത്തെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലം, ദൈവദാസന്മാരെ വാഴിക്കാതിരുന്ന ഒരു കാലം, പ്രൈസ് ഗോഡ്, സഭയെ തേടിപ്പിടിച്ച് ഉപദ്രവിക്കുന്ന ഒരു കാലഘട്ടം പൗലോസിനുണ്ടായിരുന്നു. തെരുവോരങ്ങളിൽ ദൈവദാസന്മാർ പ്രസംഗിക്കുന്ന കാണുമ്പോൾ, സുവിശേഷം പറയുന്നത് കാണുമ്പോൾ എന്നെന്നുമില്ലാത്തൊരു എരിവ്, അവരെ ഉപദ്രവിക്കണമെന്നുള്ളൊരു എരിവ്, പ്രൈസ് ഗോഡ്, പൗലോസിന്റെ ഹൃദയത്തിൽ എപ്പോഴും അലതട്ടുമായിരുന്നു. ആ അലതട്ടുമ്പോഴും, സഭയെ എരിവോടെ പീഡിപ്പിക്കുമ്പോഴും, ദൈവദാസന്മാരെ ഉപദ്രവിക്കുമ്പോഴും, ദൈവമക്കളെ തേടിപ്പിടിച്ച് ഹല്ലേലൂയ ഉപദ്രവിക്കുമ്പോഴും പൗലോസിന്റെ ഹൃദയത്തിൽ അന്നത്തെ ചിന്ത, പ്രൈസ് ഗോഡ്, സഭയെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴുള്ള ചിന്ത പൗലോസിന്റെ ഹൃദയത്തിൽ, ഇതേപോലെ എന്നെ പോലെ സഭയെയും ദൈവദാസന്മാരെയും ദൈവരാജ്യത്തെയും ഒരുപോലെ പീഡിപ്പിക്കുന്ന തലമുറകൾ എൻ്റെ ഭാഗത്തു നിന്നും എഴുന്നേൽക്കണമെന്നുള്ള എരിവ് പൗലോസിന്റെ അകത്തുണ്ടായിരുന്നു. പ്രൈസ് ഗോഡ്. അവൻ ഒരു സുപ്രഭാതത്തിൽ, ഒരു കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിൽ ഹല്ലേലൂയ വെളിച്ചത്തിലൂടെ പൗലോസിനെ ദൈവാത്മാവ് തൊട്ടപ്പോൾ, ഹല്ലേലൂയ, സഭയെ പീഡിപ്പിക്കാനുള്ള എരിവ് മാറ്റിയിട്ട് സഭയെ പണിയണമെന്നുള്ള എരിവാക്കി പരിശുദ്ധാത്മാവന്റെ ഹൃദയത്തിൽ കൊടുത്തു. എന്തെന്നാൽ അവൻ എവിടെ പോയാലും എരിവോടെ നിൽക്കണമെന്നുള്ള ഒരു ഉത്തമ ബോധ്യം സ്വർഗത്തിൽ ഉള്ളത് കൊണ്ട്, ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി, സ്വർഗീയ തീരുമാനത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, അപ്പോസ്തോലിക ശുശ്രൂഷകൾക്ക് വേണ്ടി, ദൈവിക ലീഡർഷിപ്പിന് വേണ്ടി പൗലോസിനെ ദൈവാത്മാവ് കണ്ടതുകൊണ്ട്, പൗലോസ് എവിടെയൊക്കെ ആത്മീയ ശുശ്രൂഷകൾക്ക് വേണ്ടി കത്തിശോഭിച്ചിട്ടുണ്ടോ, എവിടെയൊക്കെ ആത്മീയ അധികാരത്തോടെ ശുശ്രൂഷ തുടങ്ങിയിട്ടുണ്ടോ, എവിടെയൊക്കെ ദൈവിക വെളിപ്പാടിന്റെ അകത്ത് എഴുന്നേറ്റ് നിന്നിട്ടുണ്ടോ, അപ്പോഴൊക്കെ പൗലോസിന്റെ ഹൃദയത്തിന്റെ അകത്ത് അടുത്ത തലമുറയെ എഴുന്നേൽപ്പിക്കുവാൻ, അടുത്ത തലമുറയെ ശുശ്രൂഷയുടെ കൈമാറുവാൻ, അടുത്ത തലമുറകൾക്ക് വേണ്ടി അഭിഷേകത്തെ കൈമാറുവാൻ, അടുത്ത തലമുറകൾക്ക് വേണ്ടി ലീഡർഷിപ്പിനെ കൈമാറുവാൻ പൗലോസ് മറന്നുപോയില്ല. പ്രൈസ് ഗോഡ്. അതവന് പ്രായപരിധിയല്ല, അവന്റെ അഭിഷേകത്തിന്റെയും വിളിയുടെയും ക്വാളിറ്റി പോലെ ഇരിക്കും. പ്രൈസ് ഗോഡ്. ഈ തലമുറയിൽ ചെറുപ്പക്കാരങ്ങനെ ശുശ്രൂഷകൾക്ക് വേണ്ടി
ഹല്ലേലൂയ. എഴുന്നേൽപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചുരുക്കം വേണമെന്ന് എണ്ണി പറയാം. അതുകൊണ്ട് തന്നെ സഭ മുരടിച്ചുപോയി, സഭകൾക്ക് വളർച്ചയില്ലാതായിപ്പോയി. പ്രൈസ് ഗോഡ്. സഭയുടെ കുഞ്ഞുമക്കൾ അവരുടേതായ ചിന്തയ്ക്കകത്തും ജോലിക്കകത്തും അവരുടെ കുടുംബപരമായും നീങ്ങിപ്പോയി. ഞായറാഴ്ച മാത്രം ബൈബിൾ എടുത്തുകൊണ്ട് വന്ന് ചർച്ചിൽ വന്നിരിക്കും, കൊണ്ടുവെക്കും, പിറ്റേ ഞായറാഴ്ച എടുത്തുകൊണ്ട് വരും. എന്തെന്നാൽ സഭയ്ക്കകത്ത് വെളിപ്പാടില്ല. പ്രൈസ് ഗോഡ്. സഭയ്ക്കകത്ത് ദൈവിക വെളിപ്പാടിനെ കൈമാറുന്നില്ല. വിശുദ്ധ ബൈബിൾ പറയുന്നു, വെളിപ്പാടില്ലാത്ത ജനം മര്യാദ വിട്ട് നടക്കുന്നു. പ്രൈസ് ഗോഡ്. വചനത്തെക്കുറിച്ച് വെളിപ്പാടുണ്ടെങ്കിൽ, വചനത്തെക്കുറിച്ച് ആത്മീയമായ അഭിഷേകത്തിന്റെ വെളിപ്പാടുണ്ടെങ്കിൽ, വെളിപ്പാടുള്ളവന്റെ നിയോഗം, വെളിപ്പാടുള്ളവന്റെ അകത്ത് കിടക്കുന്ന ആത്മീയ ചിന്ത, ഈ അഭിഷേകത്തിന്റെ പകർച്ച മറ്റുള്ള തലമുറയുടെ മേൽ കൈമാറണമെന്ന് അവനെപ്പോഴും ബോധ്യമുണ്ടാകും. എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, ഹല്ലേലൂയ, വെളിപ്പാടിൽ ശുശ്രൂഷിക്കുമ്പോൾ, ആത്മീയ അധികാരത്തോടെ ശുശ്രൂഷിക്കുമ്പോൾ, ദൈവിക കാഴ്ചപ്പാടോടെ ഫുൾപിറ്റിൽ കയറി നിൽക്കുമ്പോൾ, അകത്ത് കിടക്കുന്ന നിയോഗം, അകത്ത് കിടക്കുന്ന പ്രവചനം, അകത്ത് കിടക്കുന്ന ദൂത് പറയാതെ പോകരുത്. അടുത്ത തലമുറകൾക്ക് ശുശ്രൂഷകൾ കൈമാറുവാൻ പരിശുദ്ധാത്മാവിൽ നിങ്ങൾ എഴുന്നേൽപ്പിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. ഓരോ ആണ്ടിലും ഓരോ പ്രസ്ഥാനങ്ങളുടെയും ഓരോ ഡിസ്ട്രിക്റ്റിന്റെയും ഓരോ ഏരിയയുടെയും കൺവെൻഷനുകൾ നടക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആ കൺവെൻഷനുകൾ പോസ്റ്റർ ഒട്ടിക്കാൻ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. പ്രൈസ് ഗോഡ്. നല്ലത് തന്നെ. പ്രൈസ് ഗോഡ്. അവരെ കൺവെൻഷനുമായി ബന്ധപ്പെടുത്തി സഹായിക്കുവാൻ ചെറുപ്പക്കാരുണ്ട്. നല്ലത് തന്നെ. ദൈവരാജ്യം ഭൂമിയിൽ എപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുന്നത് വളരെ സന്തോഷിക്കപ്പെട്ട കാര്യമാണ്. പ്രൈസ് ഗോഡ്. എന്തെന്നാൽ ദൈവരാജ്യം വ്യാപിക്കണമെന്നുള്ളത് സ്വർഗത്തിന്റെ നിയമമാണ്. പ്രസ്തോ. ആമേൻ. അതുപോരാ ഒരു വർഷം മാത്രം ചെറുപ്പക്കാരെ കൂട്ടി നിർത്തി പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രം അവരുടെ പോസ്റ്റർ മാത്രം രാജ്യങ്ങൾ പട്ടണങ്ങൾക്കാകെ ഒട്ടിക്കുന്നതല്ല. ദൈവിക ചിന്തകൾ. പ്രൈസ് ഗോഡ്. എപ്പോഴും അവരെ ചേർത്ത് പിടിച്ച് എപ്പോഴും ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി ഹല്ലേലൂയ പബ്ലിസിറ്റി ആകണമെന്ന് സ്വർഗത്തിന് നിയമമുണ്ട്, സ്വർഗത്തിനൊരു ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് പൗലോസ് പറയാണ്, തീത്തോസേ, നീ പട്ടണം തോറും നീ ചില മൂപ്പന്മാരെ എഴുന്നേൽപ്പിക്കണം. പ്രൈസ് ഗോഡ്. ഈ തലമുറയിൽ ചില പട്ടണം തോറും ചില മൂപ്പന്മാരെ എഴുന്നേൽപ്പിക്കേണ്ട ദൈവദാസന്മാർ ഈ തലമുറയിൽ എഴുന്നേൽക്കട്ടെ. സ്തോത്രം. അവരുടെ ശുശ്രൂഷയുടെ അഹങ്കാരം വിട്ടിട്ട്, ശുശ്രൂഷയുടെ സെൽഫ്നെസ് വിട്ടിട്ട്, പ്രൈസ് ഗോഡ്, മറ്റുള്ളവരിലേക്ക് ദൈവിക ശുശ്രൂഷയുടെ ഒരു കൈമാറ്റം ചെയ്യുവാൻ പട്ടണം തോറും വീട് തോറും ഗ്രാമങ്ങൾ തോറും ശുശ്രൂഷകന്മാരെ വാർത്തെടുക്കുന്ന ഒരു അഭിഷേകത്തിന്റെ പകർച്ച ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ചില അഭിഷക്തന്മാരുടെ ഹൃദയത്തിലേക്ക് ദൈവാത്മാവ് കൊടുക്കണമെന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഞാൻ ശുശ്രൂഷിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. അതുകൊണ്ട് തീത്തോസേ, ടൈറ്റസേ, നീ പട്ടണം തോറും ചില മൂപ്പന്മാരെ എഴുന്നേൽപ്പിക്കണം. പൗലോസ് ഇത് പറയാനുള്ള കാരണം, പൗലോസ് നല്ല ലീഡറായിരുന്നു. ലീഡർ എപ്പോഴും വിട്ടുകൊടുക്കും. പ്രൈസ് ഗോഡ്. ലീഡർ എപ്പോഴും മറ്റുള്ളവരെ ഉയർത്തുവാൻ താല്പര്യം കാണിക്കും. പൗലോസിന് അത് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കൊരിന്തിയിലുള്ള സഭ വിട്ടേച്ച് അവിടെ ലീഡർമാരെ ഏൽപ്പിച്ചിട്ട് പോയത്. പക്ഷേ ചില ദിവസങ്ങൾ, ചില വർഷങ്ങൾ കഴിയുമ്പോൾ ചില ബാഡ് ന്യൂസുകളൊക്കെ കേട്ടു. പക്ഷെ എന്നാലും ദൈവരാജ്യത്തിന്റെ എരിവുള്ളത് കൊണ്ട്, സഭയെക്കുറിച്ചുള്ള ബോധ്യമുള്ളത് കൊണ്ട് പൗലോസ് തിരിച്ചു വന്ന് ആ സഭയെ ക്രമപ്പെടുത്തി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രിയരെ, തീത്തോസിനോട് പറയാണ്, പട്ടണം തോറും നീ മൂപ്പന്മാരെ എഴുന്നേൽപ്പിക്കണം. പ്രൈസ് ഗോഡ്. തീത്തോസിനോട് ഇത് പറയുമ്പോൾ പൗലോസ് നല്ലൊരു ലീഡറായിരുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ലീഡർ എപ്പോഴും മറ്റുള്ളവരെ എഴുന്നേൽപ്പിക്കും, മറ്റുള്ളവരെ എഴുന്നേൽപ്പിക്കുവാൻ ഉത്സാഹം കാണിക്കും, മറ്റുള്ളവരെ എഴുന്നേൽപ്പിക്കുവാൻ ഹൃദയത്തിലും മുഖത്തിലും എപ്പോഴും സന്തോഷമുണ്ടാകും. പ്രൈസ് ഗോഡ്. ഈ തലമുറയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചുരുക്കം ചില ഹല്ലേലൂയ കൂട്ടർക്ക് മാത്രമേ ഉള്ളൂ. മറ്റുള്ളവർ ഉയർത്തപ്പെടുന്നത് കാണുമ്പോൾ, മറ്റുള്ളവർ ഉപയോഗിക്കപ്പെടുന്നത് കാണുമ്പോൾ, മറ്റുള്ളവർ ശുശ്രൂഷിക്കുന്നത് കാണുമ്പോൾ സന്തോഷിക്കുന്നത് വിരലിൽ എണ്ണാവുന്ന വ്യക്തികൾ മാത്രമേ ഉള്ളൂ. പക്ഷെ പൗലോസിന് അങ്ങനെയല്ല. പൗലോസിന്റെ ശുശ്രൂഷയ്ക്കകത്ത് ഏതെങ്കിലും തലമുറകൾ ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ അവനെ തീയാക്കി ഉപയോഗിക്കണമെന്നുള്ളത്
ഉത്സാഹവും താല്പര്യവും പൗലോസിന്റെ അകത്ത് കത്തിക്കൊണ്ടിരുന്നു. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് തീത്തോസിനോട് പറയാണ്, ടൈറ്റസിനോട് പറയാണ്, നീ പട്ടണം തോറും ചില മൂപ്പന്മാരെ എഴുന്നേൽപ്പിക്കണം. വിശുദ്ധ ഗ്രന്ഥം, വിശുദ്ധ ബൈബിൾ എന്തുകൊണ്ടാണ് മൂപ്പന്മാർ എന്ന് പറയുന്നത്? മൂപ്പന്മാർ എന്ന് പറയുന്നത് പ്രായമുള്ളവരല്ല, 90 വയസ്സുള്ള അപ്പച്ചന്മാരല്ല വിശുദ്ധ ബൈബിൾ മൂപ്പന്മാരെന്ന് ഉദ്ദേശിക്കുന്നത്. വചനത്തെ അറിയാവുന്ന, വചനത്തെ യഥാർത്ഥമായി വെളിപ്പാടിൽ സ്വീകരിക്കുന്ന, വചനത്തെ ആത്മീയ അഭിഷേകം കൊണ്ട് അളക്കുന്ന, സ്വർഗം എന്താണോ വചനത്തിൽ കൂടി ഉദ്ദേശിക്കുന്നത് അതേ വചനത്തിൽ, അതേ അടിസ്ഥാനത്തിൽ തികവുള്ളവരായി മാറുന്നവരെ വിശുദ്ധ ബൈബിൾ പറയുന്നു അവർ മൂപ്പന്മാർ. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്, ആരെങ്കിലും രോഗികളായി ഭാരപ്പെടുന്നുണ്ടെങ്കിൽ മൂപ്പന്മാരെ വിളിച്ചു വരുത്തട്ടെ. എന്തെന്നാൽ വചനത്തിന്റെ തികവുള്ളവർ, വചനത്തിന്റെ വെളിപ്പാടുള്ളവർ, വചനത്തിന്റെ അഭിഷേകമുള്ളവർ, വചനം നന്നായി പഠിക്കുന്നവർ. ഒരു രോഗിയുടെ വീട്ടിൽ വന്നാൽ, ഹല്ലേലൂയ, ഒരു ഭാരം അനുഭവിക്കുന്നവരുടെ അടുത്ത് വന്നാൽ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, വിദ്യാഭ്യാസത്താൽ ഞെരുങ്ങുന്ന ഒരു കുടുംബത്തിൽ സ്വർഗീയ വെളിപ്പാടും ആത്മീയ ചിന്തകളും ആത്മീയ റെവലേഷനുമുള്ള ഒരു മൂപ്പൻ കടന്നു ചെന്നാൽ അവിടെ അഭിഷേകം വ്യാപരിക്കും, അവിടെ സൗഖ്യം വ്യാപരിക്കും, അവിടെ അത്ഭുതങ്ങൾ നടക്കും, അവിടെ അടയാളങ്ങൾ നടക്കും, അവർ പ്രവചിക്കും. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഗ്രന്ഥം മൂപ്പന്മാർ എന്ന് പറയുന്നു. വചനത്തിന്റെ വെളിപ്പാടുള്ള, വചനം നന്നായി പഠിക്കുന്ന, വചനത്തിന്റെ ജ്ഞാനമുള്ളവരെ വിശുദ്ധ ബൈബിൾ മൂപ്പന്മാരെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ തീത്തോസിനോട്, ടൈറ്റസിനോട് അവൻ അപ്പോസ്തലനായ പൗലോസ് പറയാണ്, വചനത്തിന്റെ തികവുള്ള, അഭിഷേകത്തിന്റെ തികവുള്ള, ആത്മീയമായ തികവുള്ളവരെ നീ പട്ടണം തോറും മൂപ്പന്മാരായി എഴുന്നേൽപ്പിക്കണം. പ്രൈസ് ഗോഡ്. എന്തുകൊണ്ടാണ് പട്ടണം തോറും വചന വെളിപ്പാടുള്ള, അഭിഷേകമുള്ള, ദൈവിക കാഴ്ചപ്പാടുള്ള വ്യക്തികളെ പട്ടണം തോറും എഴുന്നേൽപ്പിക്കുവാൻ പൗലോസ് തീത്തോസിനോട് പറയുന്നത്? അവർ നിന്നാലേ പട്ടണം വിടുവിക്കപ്പെടത്തുള്ളൂ. പ്രൈസ് ഗോഡ്. അവർ നിന്നാലേ കുടുംബങ്ങൾ വിടുവിക്കപ്പെടത്തുള്ളൂ. അവർ പ്രസംഗിച്ചാലേ ഹാലലുയ വ്യക്തികൾ അവൻ മാനസാന്തരപ്പെട്ട് പുറത്തു വരത്തുള്ളൂ. കാരണം അവന്റെ അകത്ത് കിടക്കുന്നത് പണമല്ല, അവന്റെ അകത്ത് കിടക്കുന്നത് സ്ഥാനമാനങ്ങളല്ല, അവന്റെ അകത്ത് കിടക്കുന്നത് പാരമ്പര്യമല്ല, അവന്റെ അകത്ത് കിടക്കുന്നത് ദൈവരാജ്യമാകയാൽ, അവന്റെ അകത്ത് കിടക്കുന്നത് അഭിഷേകമാകയാൽ, അവന്റെ അകത്ത് കിടക്കുന്നത് ദൈവത്തിന്റെ പ്ലാൻ ആകയാൽ, അവന്റെ അകത്ത് കിടക്കുന്നത് സ്വർഗീയ ആകയാൽ അവനൊരു പട്ടണത്തിൽ നിന്നാൽ, അവനൊരു രാജ്യത്തിൽ നിന്നാൽ, അവനൊരു കുടുംബത്തിൽ കാലുകുത്തിയാൽ ആ രാജ്യവും ആ കുടുംബവും ആ പട്ടണവും വിടുവിക്കപ്പെടുമെന്ന് പരിശുദ്ധാത്മാവിന് അറിയാമെന്നുള്ളത് കൊണ്ട് പൗലോസിനോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, തീത്തോസിനോട് നീ പറയണം, പട്ടണം തോറും ആത്മീയ കാഴ്ചപ്പാടുള്ള, ആത്മീയ വെളിപ്പാടുള്ള മൂപ്പന്മാരെ എഴുന്നേൽപ്പിക്കണം. പ്രൈസ് ഗോഡ്. സഭകളൊക്കെ മുരടിച്ചു പോകാനുള്ള കാരണം 60 വർഷമായി പെന്തക്കോസ്തിന്റെ അകത്ത നിന്ന് സാക്ഷി പറയാൻ പോലും അറിയത്തില്ല. പ്രൈസ് ഗോഡ്. 45 വർഷമായി പെന്തക്കോസ്തിന്റെ അകത്ത 2 വാക്ക് എഴുന്നേറ്റ് പ്രസംഗിക്കാൻ കഴിയത്തില്ല. പ്രൈസ് ഗോഡ്. അറിയത്തില്ല. എന്താ കാരണം? ആത്മീയ കാഴ്ചപ്പാടില്ല. ഉദ്ദേശം വേറെയാ. സ്റ്റേജ് കിട്ടുമ്പോൾ ഉദ്ദേശം വേറെയാ, കോള് വരുമ്പോൾ ഉദ്ദേശം വേറെയാ, യാത്ര ചെയ്യുമ്പോൾ ഉദ്ദേശം വേറെയാ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്നാൽ ആത്മീയ വെളിപ്പാടുള്ളവൻ അകത്ത് കയറിയാൽ, ആത്മീയ വെളിപ്പാടുള്ളവനോട് സംസാരിച്ചാൽ, ആത്മീയ വെളിപ്പാടുള്ളവനോട് ഫോൺ ചെയ്താൽ അവന് പറയാനുള്ളത് കുശലം പറച്ചിലല്ല, അവന് പറയാനുള്ളത് അടുത്ത തലമുറയിൽ ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് എഴുന്നേൽക്കുവാൻ ഒരു തലമുറയെ വേണം. അതിന് നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? നിന്റെ കയ്യിൽ എന്താണുള്ളത്? പ്രൈസ്. നിന്റെ കയ്യിൽ ബോക്സ് ഉണ്ടോ? എൻ്റെ കയ്യിൽ ഇച്ചിരി പണമുണ്ട്, നമുക്ക് ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് നമുക്ക് നമ്മുടെ പട്ടണത്തിലേക്ക് ഇറങ്ങാം എന്നുള്ള വെളിപ്പാടിന്റെ അകത്ത് ആത്മീയ മൂപ്പന്മാർ നിൽക്കും. പ്രൈസ് ഗോഡ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർ ഇതിന് ആമേൻ പറയുമെന്ന് എനിക്കറിയത്തില്ല. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് തന്നെ പൗലോസ് തീത്തോസിനോട് പറയാണ്, നീ പട്ടണം തോറും ചില മൂപ്പന്മാരെ എഴുന്നേൽപ്പിക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പട്ടണം തോറും നീ ചില സഹോദരന്മാരെ എഴുന്നേൽപ്പിക്കണം. വചനം അറിയാവുന്നവരെ നീ എഴുന്നേൽപ്പിക്കണം. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു, വചനം അറിയാവുന്നവരെ പട്ടണം തോറും നീ എഴുന്നേൽപ്പിക്കണം. പൗലോസ് നല്ലൊരു ലീഡർ ആയതുകൊണ്ട്, പൗലോസ് നല്ല വെളിപ്പാടിന്റെ അകത്ത്, തൻ്റെ വിളിക്കകത്ത് ബോധ്യമായി നിൽക്കുന്നത് കൊണ്ട് പൗലോസിനറിയാം തീത്തോസിനോട് പറഞ്ഞാൽ തീത്തോസ് എന്തെങ്കിലും ചെയ്യും. എന്തെന്നാൽ പൗലോസ് നല്ലൊരു ലീഡറാണ്,
പൗലോസ് നല്ലൊരു അപ്പോസ്തോലനാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ. പൗലോസ് തീത്തോസിനോട് കത്തെഴുതി പറഞ്ഞത്, നീ പട്ടണം തോറും ചില മൂപ്പന്മാരെ എഴുന്നേൽപ്പിക്കണം. പ്രിയരെ, നമ്മുടെ കുടുംബത്തിന്റെ അകത്ത് പോലും ചില മൂപ്പന്മാരെ എഴുന്നേൽപ്പിക്കണം. അത് നിങ്ങളുടെ തലമുറകളായിരിക്കാം, നിങ്ങളുടെ സഭയിലെ വിശ്വാസികളായിരിക്കാം, നിങ്ങളുടെ കൂട്ടുവേലക്കാരായിരിക്കാം. ചാൻസ് കൊടുത്ത് അവരെ ആത്മാവിൽ എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. അവരുടെ ഹൃദയത്തിന്റെ അകത്ത് മുറിവുകൾ കൊണ്ട് അവർ പിന്മാറിപ്പോകരുത്. പ്രൈസ് ഗോഡ്. ആ വേദിയിൽ ആ ശുശ്രൂഷകന്റെ കൂടെ കൂടിയിട്ട് എനിക്കൊരു ഉയർച്ച വന്നിട്ടില്ല, എനിക്കൊരു നന്മയുണ്ടായിട്ടില്ല, ശുശ്രൂഷപരമായിട്ടും അല്ലാതെപരമായിട്ടുള്ള നന്മകൾ എനിക്ക് ഉണ്ടായിട്ടില്ല, പക്ഷെ എന്നെ നടത്തിയ ലീഡർ ഉയർന്നുപോയി, ഞാനിപ്പോഴും ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഈ തലമുറയിൽ പല ലീഡർമാരും അങ്ങനെയാണ്. കൂട്ടുവേലക്കാരെപ്പോഴും താഴ്ന്ന നിലവാരത്തിൽ കണ്ട് ലീഡർമാർ ഉയരുകയാണ്. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, കെട്ടിടങ്ങൾക്ക് വേണ്ടി, യാത്രകൾക്ക് വേണ്ടി, പണത്തിന് വേണ്ടി ഒക്കെ നെട്ടോട്ടമോടുമ്പോൾ പൗലോസ് തീത്തോസിനോട് പറയാണ്, പട്ടണം തോറും നീ ആത്മീയ വെളിപ്പാടുള്ള മൂപ്പന്മാരെ എഴുന്നേൽപ്പിക്കണം. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? പ്രൈസ് ഗോഡ്. കത്തെഴുതി പറയുകയാണ്, നല്ലൊരു ലീഡറിനെ പുറത്തു കൊണ്ടുവരും, നല്ലൊരു പ്രവാചകനെ പുറത്തു കൊണ്ടുവരും, നല്ലൊരു ഇടയനെ പുറത്തു കൊണ്ടുവരും, നല്ലൊരു ഉപദേഷ്ടാവിനെ പുറത്തു കൊണ്ടുവരും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നല്ലൊരു ബിസിനസ്മാനെ പുറത്തു കൊണ്ടുവരും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നല്ലൊരു പ്രാസംഗികനെ പുറത്തു കൊണ്ടുവരും. പ്രൈസ് ഗോഡ്. ഇത് പകരുന്ന അഭിഷേകമാണ്, പകർച്ചയുടെ അഭിഷേകമാണ്. ഇത് കൊടുക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. നമ്മുടേതായി എന്റേതായി വെച്ചുകൊണ്ടിരിക്കാതെ ആത്മീയ വെളിപ്പാടിനെയും ആത്മീയ കാഴ്ചപ്പാടിനെയും മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ നമുക്ക് ഉത്സാഹവും താല്പര്യവും ഉണ്ടാകണം. ആമേൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ലീഡറാകാൻ വിളിക്കപ്പെട്ട തീത്തോസിനോട് പൗലോസ് കത്തെഴുതി പറയുകയാണ്, നീ ലീഡർമാരെ പട്ടണം തോറും എഴുന്നേൽപ്പിക്കുമ്പോൾ അവർക്ക് ചില ക്വാളിറ്റികളുണ്ട്, അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില ക്വാളിറ്റികളുണ്ട്. പ്രൈസ് ഗോഡ്. കുറ്റമില്ലാത്തവരായിരിക്കണം, ദുർനടപ്പ് ഇല്ലാത്തവരായിരിക്കണം, അനുസരണക്കേട് കാണിക്കാത്തവരായിരിക്കണം. പ്രൈസ് ഗോഡ്. നീതിമാനായിരിക്കണം, നിർമ്മലനായിരിക്കണം, ഏക ഭാര്യ ഉണ്ടായിരിക്കണം. പ്രൈസ് ഗോഡ്. ഈ വചനം വെച്ചാണ് കല്യാണം കഴിച്ചാലേ ശുശ്രൂഷ ഉള്ളു എന്ന് പറഞ്ഞ് ഒരു മലയാളികളുടെ ഇടയിലുള്ള ഒരു സംസാരവും ഒരു ആചാരവും വരുന്നത്. അത് ഇതുമായി ബന്ധപ്പെട്ടതല്ല. ആത്മീയ വെളിപ്പാടും ആത്മീയ കാഴ്ചപ്പാടുമുള്ളവർക്ക് ശുശ്രൂഷകൾക്ക് വേണ്ടി ഇറങ്ങാം. പ്രൈസ് ഗോഡ്, ഇറങ്ങാം. പൗലോസ് ഇറങ്ങി, അപ്പോസ്തലന്മാർ ഇറങ്ങി. പ്രൈസ് ഗോഡ്. ജഡത്തിന്റെ സകല മോഹങ്ങളെയും അവർ ഇല്ലാതാക്കിയിട്ട് ആത്മീയ ചിന്തകളും ആത്മീയ വെളിപ്പാടുകളും അകത്ത് കയറ്റി നിറച്ചിട്ട് അവർ ശുശ്രൂഷകൾക്ക് വേണ്ടി ഇറങ്ങി. ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡമോഹങ്ങൾ നിവർത്തിക്കുകയില്ല. ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ, പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടന്നാൽ, വചനത്തിൽ കൂടി അനുസരിച്ച് നടന്നാൽ, ദൈവിക ചിന്തകളും ദൈവിക മനോഭാവത്തോടും കൂടി നടന്നാൽ ജഡത്തിന്റെ ഇച്ഛകൾ, ജഡത്തിന്റെ മോഹങ്ങൾ, ജഡത്തിന്റെ പ്രവൃത്തികൾ നമ്മളിൽ വസിക്കത്തില്ല. കാരണം അകത്ത് ആത്മാവ് നിറഞ്ഞതുകൊണ്ട്, അകത്ത് ശുശ്രൂഷ നിറഞ്ഞതുകൊണ്ട്, അകത്ത് ആത്മീയ വെളിപ്പാടുള്ളത് കൊണ്ട് ജഡത്തിന്റെ ഇച്ഛകൾക്ക്, ജഡത്തിന്റെ മോഹങ്ങൾക്ക്, ജഡത്തിന്റെ പ്രവൃത്തികൾക്ക് നമ്മുടെ അകത്ത് സ്ഥാനമില്ലാതെയായി പോകും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ. നമ്മൾ ഇടം കൊടുത്താൽ ജഡമോഹം അകത്ത് കയറും. നമ്മൾ ചാൻസ് കൊടുത്താൽ പാപം അകത്ത് കയറും. നമ്മൾ എന്തിനാണോ ചാൻസ് കൊടുക്കുന്നത് അത് അകത്ത് കയറി വസിക്കും. അതിൻ്റെ ഫലമേ പുറത്തു വരത്തുള്ളൂ. എന്നാൽ ഒരു ആത്മീയന് ആത്മീയമായ കാഴ്ചപ്പാടും ആത്മീയമായ ചിന്തകളും ആത്മീയ ശുശ്രൂഷയുടെ വളർച്ചയും ഒരുവന്റെ അകത്ത് ഉണ്ടെങ്കിൽ അവനെ ഒരു ദുരാത്മാവിനും തൊടാൻ കഴിയത്തില്ല, ഒരു ജഡമോഹങ്ങൾക്കും അവനെ പിടിക്കാൻ കഴിയത്തില്ല.
അതുകൊണ്ട് തന്നെ വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ടു ഓടിപ്പോകും. ജഡത്തിനോട് എതിർത്ത് നിൽപ്പിൻ, ജഡം ഓടിപ്പോകും. പാപത്തിനോട് എതിർത്ത് നിൽപ്പിൻ, പാപം ഓടിപ്പോകും. മോഹത്തിനോട് എതിർത്ത് നിൽപ്പിൻ, മോഹം ഓടിപ്പോകും. എന്തെന്നാൽ ഒരു ആത്മീയനെ എതിർക്കുവാൻ ഒരുപാട് വകകളുണ്ട്, ഒരുപാട് സിറ്റുവേഷൻ ഉണ്ട്. ജഡത്തിന്റെ മോഹങ്ങളോട്, പാപത്തിന്റെ മോഹങ്ങളോട്, പ്രൈസ് ഗോഡ്, കൺമോഹത്തോട്, ഹല്ലേലൂയ, പലവിധമാകുന്ന മോശമായ വികാരങ്ങളോട് ഒരു ആത്മീയന് എപ്പോഴും പോരാടി നിൽക്കണം. പ്രൈസ് ഗോഡ്. എന്തെന്നാൽ അവൻ അകത്ത് കയറുവാൻ വെമ്പൽ കൊള്ളുകയാണ്. അവൻ അകത്ത് കയറുവാൻ നമ്മളെ ആ വിധത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ ജഡം ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് തന്നെ ആത്മാവിൽ നിറഞ്ഞവരായ, ആത്മാവിൽ കൊതിക്കുന്ന, ആത്മീയ വെളിപ്പാടുള്ള, വചനത്തിന്റെ തികവുള്ളവൻ എപ്പോഴും എതിർത്തുകൊണ്ട് നിൽക്കും. പ്രൈസ് ഗോഡ്. ഏദൻ തോട്ടത്തിന്റെ അകത്ത്, തേജസ്സിനാൽ മൂടപ്പെട്ട ഏദൻ തോട്ടത്തിന്റെ അകത്ത് ആദമും ഹവ്വയും വസിക്കുന്നതെന്ന് പിശാച് അറിഞ്ഞിട്ട് അവരുടെ അകത്ത് കയറുവാൻ, ഏദൻ തോട്ടത്തിന്റെ അകത്തല്ല, ആദമിന്റെയും ഹവ്വയുടെയും അകത്ത് കയറുവാൻ അവൻ ഏദൻ തോട്ടത്തിന്റെ ചുറ്റും ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരുന്നു. പ്രൈസ് ഗോഡ്. ഹവ്വ ചാൻസ് കൊടുത്തപ്പോൾ അവിടെ ഹൃദയത്തിന്റെ അകത്ത് പിശാച് കയറി, മോഹം കയറി. മോഹം, ഹല്ലേലൂയ, ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, ആത്മീയ ചിന്തയ്ക്കകത്ത് നമ്മളില്ലെങ്കിൽ, ആത്മീയ കാഴ്ചപ്പാടിന്റെ അകത്ത് നമ്മളില്ലെങ്കിൽ, ആത്മീയ വെളിപ്പാടിന്റെ അകത്ത് നമ്മളില്ലെങ്കിൽ, ശുശ്രൂഷയുടെ നിറവിന്റെ അകത്ത് നമ്മളില്ലെങ്കിൽ, ഹല്ലേലൂയ, നമ്മളെ തകർക്കുവാൻ, നമ്മുടെ അകത്ത് കയറുവാൻ, മോഹത്തിന്റെയും ജഡത്തിന്റെയും ഇച്ഛകളുടെയും സ്വാധീനമിട്ട് നമ്മളെ ഇല്ലാതാക്കുവാൻ, ഹല്ലേലൂയ, ചില അന്തരീക്ഷത്തിന്റെ അകത്ത് ചില നെഗറ്റീവായുള്ള ക്ലൈമറ്റുകൾ നിറഞ്ഞു നിൽക്കുമ്പോൾ ആത്മീയരായ നമ്മൾ, ആത്മീയരായ നിങ്ങൾ അതിനോട് എതിർത്ത് നിൽക്കണം. എന്നാൽ അവൻ, ഹല്ലേലൂയ, നമ്മെ വിട്ട് ഓടിപ്പോകും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ടൈറ്റസിനോട്, തീത്തോസിനോട് പൗലോസ് പറഞ്ഞു, കുറച്ച് നിബന്ധനകൾ വെക്കുകയാണ്. കുറ്റമില്ലാത്തവർ വേണം മൂപ്പന്മാരാകുവാൻ, ദുർനടപ്പില്ലാത്തവർ വേണം മൂപ്പന്മാരാകുവാൻ, ഏക ഭാര്യമാരുള്ളവർ വേണം മൂപ്പന്മാരാകുവാൻ. ഹല്ലേലൂയ. ലോഹമോഹികൾ, ഹല്ലേലൂയ, ലോഹമോഹികൾ, ലോകത്തിന്റെ ലാഭം കൊയ്യുന്നവർ മൂപ്പന്മാരാകരുത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ലോകത്തിന്റെ ഇച്ഛുള്ളവർ, ഹല്ലേലൂയ, മൂപ്പന്മാർ ആകരുത്. പ്രൈസ് ഗോഡ്. അവൻ വഞ്ചിക്കുന്നവർ മൂപ്പന്മാരാകരുത്. സാനമോഹികൾ മൂപ്പന്മാരാകരുത്. മൂപ്പന്മാരാകേണ്ട വ്യക്തികൾ സൽഗുണപ്രിയനുണ്ടോ, സുബോധശീലനുണ്ടോ, ജിജേന്ദ്രനുണ്ടോ, നിർമ്മലനുണ്ടോ, നീതിമാനുണ്ടോ, ഹല്ലേലൂയ, വിരോധികൾക്ക് ബോധം വരുത്തുന്ന അഭിഷേകമുള്ള വ്യക്തികളുണ്ടോ. പ്രൈസ് ഗോഡ്. അവൻ ശക്തരായി തീരേണ്ടവർ, ഹല്ലേലൂയ, ശക്തരാകാതെ ഇരിക്കുമ്പോൾ അവരെ ശക്തരാകേണ്ടതിന് ദൈവത്തിന്റെ അഭിഷേകത്തോടെ അവരെ കൈപിടിച്ച് ഉയർത്തുന്നവരുണ്ടോ, അവര് പട്ടണത്തിന്റെ മൂപ്പന്മാരാകണം. പ്രൈസ് ഗോഡ്. പ്രൈസ് ലോർഡ്. നമ്മുടെ ചർച്ചിൽ ബലഹീനതയോടെ നിൽക്കുന്ന വ്യക്തികളുണ്ടോ? ഹല്ലേലൂയ. ചർച്ചിൽ ശുശ്രൂഷകൾക്ക് വേണ്ടി ഭയങ്കര കോളിംഗ് ഉണ്ട്, പക്ഷെ അവർക്ക് സാമ്പത്തിക സ്രോതസ്സില്ല. ഇന്നത്തെ ശുശ്രൂഷകന്മാർ അവർ ശ്രദ്ധിക്കത്തില്ല. അങ്ങനെയുള്ള വ്യക്തികൾ ചർച്ചിലുണ്ടോ? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവത്തിന്റെ തികവുള്ള മൂപ്പന്മാരാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരെ നീ ശക്തരാക്കണം. യെസ്, അവരെ നീ ശക്തരാക്കണം. അവരെ നീ ശുശ്രൂഷകൾക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കണം. ആത്മീയ കാഴ്ചപ്പാട് അവരുടെ ഹൃദയത്തിലേക്ക് നിരന്തരം നീ ഇട്ടുകൊണ്ടിരിക്കണം. പ്രൈസ് ഗോഡ്. നിരന്തരം നീ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും സുപ്രഭാതത്തിൽ നിന്റെ ചർച്ചിനെ ഗ്രോത്ത് ആക്കുന്നത്, നിന്റെ ചർച്ചിനെ ഭയങ്കര തോതിൽ വളർത്തുമാറാക്കുന്നത്, നിങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷയിൽ അധികം, ഹല്ലേലൂയ, ദൈവമക്കൾ മറുഭാഗത്ത് നിന്ന് ഒരു കൂട്ടത്തെ ആത്മാവിൽ സഭയ്ക്കകത്ത് എഴുന്നേൽപ്പിക്കുന്ന വ്യക്തികൾ, ഹല്ലേലൂയ, നിങ്ങളുടെ സഭയ്ക്കകത്ത് ഉറങ്ങിക്കിടക്കുകയാണെങ്കിൽ ആത്മാവിൽ സന്തോഷത്തിലൂടെ ഞാൻ പ്രബോധിപ്പിക്കട്ടെ, അവരെ നിങ്ങൾ ഉയർത്തണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരെ നീ, ഹല്ലേലൂയ, അവരുടെ വീട്ടിൽ നീ നിരന്തരം പോണം.
നിന്നിലുള്ള ദൈവിക വെളിപ്പാട്, നിന്നുള്ള ആത്മാവിന്റെ അഭിഷേകം ആ വീട്ടിൽ വിതച്ചിട്ട് വരണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ. വിതച്ചിട്ട് വരണം. ഒരു സുപ്രഭാതത്തിൽ കേൾക്കും ഭയങ്കര ഒരു കൊയ്ത്തുണ്ടായി. ആ കുഞ്ഞ്, ആ സഹോദരൻ, ആ സഹോദരി 4 കുടുംബത്തെ സഭയ്ക്കകത്ത് കൊണ്ടുവന്നു. എന്തെന്നാൽ അവന്റെ മേൽ അങ്ങനെ ഒരു നിയോഗം കിടക്കുകയാണ്. പട്ടണത്തിൽ നീ മൂപ്പന്മാരെ എഴുന്നേൽപ്പിക്കണം, പട്ടണത്തിൽ നീ ശുശ്രൂഷകന്മാരെ എഴുന്നേൽപ്പിക്കണം, പട്ടണത്തിൽ നീ പ്രവാചകന്മാരെ എഴുന്നേൽപ്പിക്കണം. ഈ ഒരു നിയോഗമാണ് പൗലോസ് തീത്തോസിനോട് കൈമാറിയത്. പ്രൈസ് ഗോഡ്, ആമേൻ. അനുസരണക്കേടില്ലാത്തവർ, പ്രൈസ് ഗോഡ്, വിശ്വാസികളായ മക്കൾ ചേർത്ത് പിടിക്കുന്നവർ ഒരു മൂപ്പന്റെ ക്വാളിറ്റിയാണ്. തന്നിഷ്ടക്കാരനും, ആമേൻ, മദ്യപ്രിയനും, ഹല്ലേലൂയ, തല്ലുകാരനും ദുർലാഭമോഹിയും ആകരുത് ഒരു മൂപ്പൻ. സ്വന്തം വളർച്ചയുടെ ലാഭത്തിന് വേണ്ടിയല്ല ഒരു ശുശ്രൂഷകൻ, ഒരു മൂപ്പൻ ദൈവരാജ്യത്തിൽ നിൽക്കേണ്ടത്. ദൈവരാജ്യം വളരാൻ വേണ്ടിയാ. ആമേൻ. തീത്തോസിനോട് പറഞ്ഞ് പൗലോസ് പറയാണ്, ഈ ശുശ്രൂഷ കഴിയുമ്പോൾ നിങ്ങൾ തീത്തോസിന്റെ ലേഖനം എടുത്ത് പഠിക്കണം. ഹല്ലേലൂയ. ഒരാഴമായി ഉള്ള ചിന്തയിൽ ഇതെടുത്ത് പരിശോധിച്ചാൽ നമ്മെ തന്നെ നമ്മൾ ശോധന ചെയ്ത് നമ്മൾ തന്നെ കട്ട് ചെയ്യേണ്ടത് ആ നിമിഷം കട്ട് ചെയ്യും. പ്രസംഗിക്കാൻ വേണ്ടിയാ വായിക്കുന്നതെങ്കിൽ പ്രസംഗിച്ചു പോകാം. ജീവിക്കാൻ വേണ്ടിയാ വായിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ചിലത് കട്ട് ചെയ്യാം നമുക്ക്. ഒന്നും കൂടെ ഞാൻ ആവർത്തിക്കുന്നു, പ്രസംഗിക്കാൻ വേണ്ടിയാണെങ്കിൽ ഈ ബൈബിൾ വായിച്ചിട്ട്, വിശുദ്ധ ഗ്രന്ഥം വായിച്ചിട്ട് പ്രസംഗിക്കാം. ജീവിക്കാൻ വേണ്ടിയാണ് നമ്മൾ വായിക്കുന്നതെങ്കിൽ നമ്മുടെ ചില സ്വഭാവങ്ങളും നമ്മുടെ ചില ജീവിത ശൈലികളും നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. പൗലോസ് അത് കട്ട് ചെയ്യുക. തീത്തോസിനോട് ലേഖനം എഴുതുന്നെങ്കിൽ തീത്തോസ് നിനക്കുള്ള ദൂതാത്, ഈ പ്രസംഗിക്കുന്ന എനിക്കുള്ള ദൂതായത്, കേൾക്കുന്ന നിങ്ങൾക്കും ഉള്ളതാണ്. അങ്ങനെ ദുർലാഭമോഹി ആകരുത് ഒരു മൂപ്പൻ. പിന്നെ ഒരു ലീഡർ ആരാകണം? പ്രൈസ് ഗോഡ്, ആരാകണം? പൗലോസ് പറയാണ്, ആ മൂപ്പൻ അതിഥിപ്രിയനാകണം. എന്ന് പറഞ്ഞാൽ ആര് വന്നാലും അവൻ ഉൾക്കൊള്ളുവാൻ നല്ല മനസ്സുള്ളവനാകണം. യേശു പറഞ്ഞു, ഒരു ചർച്ചിലേക്ക്, ഒരു ടെമ്പിളിലേക്ക് പണക്കാരനും ഒരു ദാരിദ്ര്യമുള്ളവനും വ്യക്തിയും വരുക. പ്രൈസ് ഗോഡ്. ഈ തലമുറയിൽ ഇത് പറയേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ഒരു സഭയിൽ പണമുള്ളവനും ദാരിദ്ര്യത്തിൽ കിടക്കുന്നവനും വരുക. നീ ആരെയാണ് കൈക്കൊള്ളുന്നത്? 2 പേരെ ഈ തലമുറയിൽ ഒരുപോലെ ഉൾക്കൊള്ളാൻ മനസ്സുള്ളവനാ യഥാർത്ഥ മൂപ്പൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് പൗലോസ് പറയാണ്, അതിഥിപ്രിയനാകണം, സൽഗുണപ്രിയനാകണം, സുബോധശീലനാകണം, നീതിമാനാകണം, നിർമ്മലനാകണം, ജിജേന്ദ്രനാകണം, പത്യോപദേശകൻ പറയുന്നവനാകണം, വിരോധികൾക്ക് ബോധം വരുത്തുന്നവനാകണം. പ്രൈസ് ഗോഡ്. സുവിശേഷത്തിന് വേണ്ടി വിരോധമായി നിൽക്കുന്നു, സഭയുടെ നടത്തിപ്പിന് വേണ്ടി വിരോധമായി നിൽക്കുന്നു. ഹല്ലേലൂയ. അത് സെക്രട്ടറിമാരെ കുറിച്ചാണ് തോന്നുന്നു പറയുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ശുശ്രൂഷകൾക്ക് വേണ്ടി എതിര് നിൽക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. അങ്ങനെയുള്ളവർക്ക് നീ ബോധം പരുത്തണം, ബോധം ഉണ്ടാക്കണം. അവന് ഒന്നും കൂടെ അവന് ഹൃദയത്തിൽ എരിവിട്ട് കൊടുക്കുകയല്ല, ഇന്ന അച്ഛൻ ശരിയല്ലെന്ന് പറഞ്ഞ് എരിവിട്ട് കൊടുക്കുകയല്ല. വിരോധമായി സംസാരിക്കുന്ന വ്യക്തികൾ സഭയിലുണ്ടെങ്കിൽ, വിരോധമായി സംസാരിക്കുന്ന മൂപ്പന്മാർ പട്ടണത്തിലുണ്ടെങ്കിൽ അവന് നീ മൂപ്പനായതുകൊണ്ട് നീ ബോധം വരുത്തണം. അങ്ങനെ അല്ലെന്ന് പറയണം. പിന്നെ അവസാനം പറയുന്നു, വചനം മുറുക്കെ പിടിക്കുന്നവനാകണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ സുബോധം ശീലൻ, ഇത് ഭയങ്കര ഒരു സബ്ജക്റ്റാണ്. ശുശ്രൂഷകന്മാരെല്ലാം നല്ല സുബോധമുള്ളവരാകണം. എല്ലാത്തിലും പോയി കൈയിടല്, എല്ലാ ബന്ധങ്ങളിലും പോകല്, എല്ലാ ശുശ്രൂഷയ്ക്കകത്തേക്കും കയറി പോകല്. സുബോധത്തോടെ ജ്ഞാനത്തോടെ കൈകാര്യം ചെയ്യുന്നവരാകണം. ഹല്ലേലൂയ, ഒരു മൂപ്പൻ. എന്നിട്ട് ഈ പൗലോസ് തീത്തോസിനോട് പറയാണ്, എന്തിനാണ് ഞാൻ പട്ടണം തോറും മൂപ്പന്മാരെ ആക്കണമെന്ന് പറയാനുള്ള ഒരു ഉദ്ദേശം? ഇതാണ് യഥാർത്ഥ ഒരു സബ്ജക്റ്റിലേക്ക് പരിശുദ്ധാത്മാവ് വരുന്ന ചില മിനിറ്റുകൾ മാത്രം ശ്രദ്ധിച്ചോട്ടെ. എന്തിനാണ് മൂപ്പന്മാരെ പട്ടണത്തിൽ എഴുന്നേൽപ്പിക്കണമെന്ന് തീത്തോസിനോട് പറഞ്ഞത്? തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായം 10-11 തിരുവചനങ്ങൾ. ടൈറ്റസ് ചാപ്റ്റർ 1 വേഴ്സ് 10 വേഴ്സ് 11.
വൃഥാവാചകന്മാരും മനോവഞ്ചകന്മാരുമായി വഴങ്ങാത്തവരായ പലരും ദേശത്തിൽ ഉണ്ടല്ലോ. 11-ാമത്തെ വാക്യം, വിശേഷാൽ പരിച്ഛേദനക്കാർ തന്നെ അവരുടെ വായ അടയ്ക്കേണ്ടതാകുന്നു. പട്ടണം തോറും ജാതീയ ആചാരങ്ങൾ ഉള്ളതുകൊണ്ട്, പട്ടണം തോറും ദേശത്തെ ജനത്തെ നശിപ്പിക്കുന്ന ചില ആചാര അനുഷ്ഠാനങ്ങൾ ഉള്ളതുകൊണ്ട്, ഹല്ലേലൂയ, ദേശത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ഉപദേശത്തിന് വിരോധമായി ദേശത്തിന് വെല്ലുവിളിയായി മറ്റൊരു ഉപദേശം നിൽക്കുന്നത് കൊണ്ട് യഥാർത്ഥമായി വചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള മൂപ്പന്മാരെ നീ പട്ടണത്തിൽ എഴുന്നേൽപ്പിക്കണം. ഹല്ലേലൂയ. ജനത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ജനത്തെ ജാതീയമായി തിന്നുകൊണ്ടിരിക്കുന്ന, ജനത്തെ പാപത്തിലും അനുഷ്ഠാനങ്ങളിലും തിരിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ തിരിച്ചു വിട്ടുകൊണ്ടിരിക്കുന്ന ചില രാഷ്ട്രീയ മേഖലകളെ തച്ചുടയ്ക്കാൻ, ചില പിശാചിന്റെ കോട്ടകളെ തച്ചുടയ്ക്കാൻ, ചില പാരമ്പര്യ ശക്തികളെ ഇല്ലാതാക്കാൻ വചനം അറിയാവുന്ന, വചനം പ്രസംഗിക്കുന്ന, വചനത്തിൽ ജീവിക്കുന്ന മൂപ്പന്മാരെ നീ പട്ടണത്തിൽ എഴുന്നേൽപ്പിക്കണം. പട്ടണം വിടുവിക്കപ്പെടണമെങ്കിൽ ചില ജാതീയമായ ചില കുരുക്കളെ പരിശുദ്ധാത്മാവ് അഴിക്കണം. അതിന് വചനം അറിയാവുന്ന ദൈവിക അഭിഷേകമുള്ള മൂപ്പന്മാർ ആത്മാവിൽ എഴുന്നേൽക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ദേശത്തിന്റെ ചില പൊരുക്കുകളെ ഇല്ലാതാക്കാൻ ദൈവകൃപയുള്ള മൂപ്പന്മാർ ആത്മാവിൽ പട്ടണത്തിൽ എഴുന്നേൽപ്പിക്കണം. ക്രിസ്തുവിന്റെ അഭിഷേകത്തെ കൈമാറ്റം ചെയ്യുവാൻ, ക്രിസ്തുവിന്റെ അഭിഷേകത്തെ തലമുറയുടെ മേൽ കൈമാറുവാൻ, പ്രൈസ് ഗോഡ്, ദേശത്തിന്റെ അകത്ത് ആത്മാഭിഷേകമുള്ള തലമുറകൾ എഴുന്നേൽക്കണം. ഈ തലമുറയിൽ പട്ടണം തോറും ആത്മീയ അധികാരമുള്ള തലമുറകൾ ഇല്ലാതിരിക്കുന്നതിൻ്റെ കാരണം, ആത്മീയ തലമുറകൾ എഴുന്നേൽക്കാതെ ഇരിക്കുന്നതിൻ്റെ കാരണം ചില ജാതീയമായ അനുഷ്ഠാനങ്ങളും, ജാതീയമായ പിശാചിന്റെ സ്പിരിറ്റുകളും, ജാതീയമായ ചില ആലോചനയുടെ ശക്തികളും തലമുറകളുടെ അകത്ത് വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരെങ്ങനെയാണ് വിടുവിക്കപ്പെടുന്നത്? എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, അവരെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരേണ്ടത്, ആ കുടുംബത്തെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരേണ്ടത്, ആ തലമുറയെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരേണ്ടത് ആത്മീയ അധികാരമുള്ള നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അത് ഈ സന്ദേശം കേൾക്കുമ്പോൾ ആത്മാവിൽ പിടിച്ചോണം. പട്ടണം തോറും ചിലരെ എഴുന്നേൽപ്പിക്കുവാൻ, പട്ടണം തോറും ചില പ്രവാചകന്മാരെ എഴുന്നേൽപ്പിക്കുവാൻ, പട്ടണം തോറും ദൈവ ശുശ്രൂഷകന്മാരെ എഴുന്നേൽപ്പിക്കുവാൻ, ആത്മീയ അധികാരമുള്ള മൂപ്പന്മാരെ വാഴിക്കേണ്ടതിന്, ആത്മീയ അഭിഷേകമുള്ള മൂപ്പന്മാരെ എഴുന്നേൽപ്പിക്കേണ്ടതിന്, ആത്മീയ അധികാരമുള്ള ശുശ്രൂഷകന്മാരെ എഴുന്നേൽപ്പിക്കേണ്ടതിന് പരിശുദ്ധാത്മാവ് ഒരു നിയോഗം കൂടി നമ്മുടെ മേൽ കൈമാറുകയാണ്. ആത്മീയ നിയോഗമുള്ള, ആത്മീയ കാഴ്ചപ്പാടുള്ള, ആത്മീയ ശുശ്രൂഷയുള്ള, ആത്മീയ അധികാരമുള്ള മൂപ്പന്മാരെ പട്ടണം തോറും തലമുറയായി എഴുന്നേൽപ്പിക്കേണ്ടത് അത്യാവശ്യമായിരിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത് നമ്മുടെ ഈ കാലഘട്ടത്തിൽ തന്നെ സംഭവിക്കട്ടെ. ആമേൻ. പറയാണ്, അരുതാത്തത് ഉപദേശിച്ചു കൊടുക്കാണ് കുടുംബങ്ങളെ. പ്രൈസ് ഗോഡ്. 12-ാം അധ്യായം, ടൈറ്റസ് 1-ാം അധ്യായം 12-ാമത്തെ വാക്യം, അവർ ദുരാഭയം വിചാരിച്ച് അരുതാത്തത് ഉപദേശിച്ചുകൊണ്ട് കുടുംബങ്ങളെ മുഴുവനും മറിച്ചു കളയുന്നു. ജാതീയ സ്പിരിറ്റ് പോകുന്നുണ്ടോ കുടുംബങ്ങളിലേക്കാണ്? അരുതാത്തത് വിചാരിച്ച്, അരുതാത്തത് പറഞ്ഞതുകൊണ്ട്, അരുതാത്തത് പ്രവർത്തിച്ചുകൊണ്ട് കുടുംബങ്ങൾ തോറും വാഴിക്കുന്നു. ഹല്ലേലൂയ. ഈ തലമുറയിൽ അങ്ങനെയല്ലേ ദൈവമക്കളെ? എത്രയെത്ര കുടുംബങ്ങളാണ് നശിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഈ കഴിഞ്ഞ ദിവസം ഞെട്ടിക്കുന്ന വാർത്ത, ഒരു ദൈവ പൈതൽ ഹല്ലേലൂയ അപ്പന്റെ തല മടിയിലേക്ക് വെച്ച് ഹല്ലേലൂയ സ്നേഹത്തിന്റെ നടി കാണിച്ച്, സ്നേഹത്തിന്റെ ഹല്ലേലൂയ ആക്ഷൻ കാണിച്ച് സ്വന്തം അപ്പനെ തലയറുത്തു കൊന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. വിശുദ്ധ ബൈബിൾ പറയുന്നു, ദേശത്തിന്റെ അകത്ത് ദുരുപദേശം പരത്തുന്നു. ആ ദുരുപദേശം പരത്തുന്നത് കുടുംബങ്ങളെ നോക്കിയാണ്, കുടുംബങ്ങളുടെ തലമുറകളെ നോക്കിയാണ്. ഈ തലമുറകളെ വിടുവിക്കപ്പെടാൻ, ഹല്ലേലൂയ, ഈ തലമുറകൾ പുറത്തു വരാൻ, പ്രൈസ് ഗോഡ്, ഈ കുടുംബങ്ങൾ ആത്മാവിൽ പുറത്തു വരാൻ ആത്മീയ കരുത്തുറ്റുള്ള മൂപ്പന്മാർ പട്ടണം തോറും എഴുന്നേൽക്കണം യേശുവിന്റെ നാമത്തിൽ.
ഈ എരിവാണ് പൗലോസിനെ തികട്ടുന്നത്. ഈ എരിവാണ് തീത്തോസിന്റെ മേൽ പൗലോസ് കൈമാറുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ തലമുറയിൽ ആത്മീയ വെളിപ്പാടുള്ള ദൈവദാസന്മാർ അടുത്ത തലമുറകൾക്ക് വേണ്ടി ഒരു എരിവ് കൊടുക്കണം, ഒരു ആവേശം കൊടുക്കണം അവർക്ക്. ആമേൻ. പൈശാചിക വ്യക്തികൾ കുടുംബങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. പൈശാചിക ഉപദേശങ്ങൾ കുടുംബങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. പൈശാചിക സ്വഭാവങ്ങൾ കുടുംബങ്ങളെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഈ തലമുറയിൽ അഭിഷേകമുള്ള കുടുംബങ്ങളെ വേട്ടയാടി പിടിച്ചുകൊണ്ടിരിക്കുന്ന ദുഷ്ടന്റെ തേർവാച്ചുകളെ നശിപ്പിക്കാൻ ആത്മാവിൽ കരുത്തുള്ള മൂപ്പന്മാർ ആത്മാവിൽ പട്ടണങ്ങളിൽ എഴുന്നേൽക്കണം. അത്ഭുതത്തെ ഉപദേശം കൊണ്ട് കുടുംബങ്ങളെ നേടാൻ, അതിശയങ്ങൾ കൊണ്ടും വീരപ്രവൃത്തികൾ കൊണ്ടും കുടുംബങ്ങളെ ആത്മാവിൽ എഴുന്നേൽപ്പിക്കുവാൻ ദേശത്തിന്റെ അകത്ത് മൂപ്പന്മാർ എഴുന്നേൽക്കണം. ആദ്യമായി ദൈവസന്നിധിയിലേക്ക് വന്ന എരിവ് വീണ്ടും പ്രാപിക്കുവാൻ വീണ്ടും ആഗ്രഹിക്കുന്ന ദൈവമക്കൾ വീണ്ടും എഴുന്നേൽക്കണം. പ്രൈസ് ഗോഡ്. ദൈവിക കരുത്തുള്ള ഹല്ലേലൂയ ഘനശാലികൾ യേശുവിന്റെ നാമത്തിൽ പട്ടണങ്ങളിൽ എഴുന്നേൽക്കണം, ദൈവസഭയിൽ എഴുന്നേൽക്കണം, കുടുംബങ്ങളിൽ എഴുന്നേൽക്കണം. പ്രൈസ് ഗോഡ്. തലമുറകൾ അരുതാത്ത ഉപദേശത്തിന്റെ അകത്ത് വീഴ്ത്തിക്കളയുന്ന തലമുറകൾ ജാതീയമായ ആചാരങ്ങൾക്ക് വീഴ്ത്തിക്കളയുന്ന, പ്രൈസ് ഗോഡ്, ആമേൻ, കുടുംബങ്ങളെ ലക്ഷ്യമാക്കി ചില ദുരുപദേശങ്ങൾ പകർന്നുകൊണ്ടിരിക്കുന്നു. അതിനെ ഇല്ലാതാക്കാൻ ആത്മീയ കരുത്തുള്ള ദൈവദാസന്മാർ എഴുന്നേൽക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പൗലോസ് പറയാണ്, കുടുംബങ്ങളെ ലക്ഷ്യമാക്കിയാണ് ഇന്ന് ജാതീയ വേട്ട. അതുകൊണ്ട് തീത്തോസേ, നീ പട്ടണം തോറും, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, നീ കുടുംബങ്ങളെ വേട്ടയാടുന്ന ദുരുപദേശത്തെ തകർക്കാൻ മൂപ്പന്മാരെ എഴുന്നേൽപ്പിക്കണം. എന്തുകൊണ്ടാണ് പൗലോസ് പട്ടണം എന്ന് പറഞ്ഞത്? ഈ തലമുറയിൽ ഈ സമയം എടുത്ത് പരിശോധിച്ചോ, ഓരോ പട്ടണം തോറുമാണ് ജാതീയ വേട്ടകൾ, കൊലപാതകങ്ങൾ, പാവവഴികൾ, മദ്യലഹരി, MDM പോലെയുള്ള അതിക്രൂരമായ ജനത്തെ കൊല്ലുന്ന ലഹരി വസ്തുക്കൾ, പ്രൈസ് ഗോഡ്, പട്ടണം തോറുമാണ്. പട്ടണം തോറും, പ്രൈസ് ഗോഡ്, ദേവദാസന്മാർ എഴുന്നേൽക്കണം. ഈ തലമുറയിൽ പട്ടണത്തിൽ വന്ന പല ദേവദാസന്മാരുടെ ഉദ്ദേശം വേറെയാണെങ്കിൽ, അഭിഷേകമുള്ള നിന്നെ നോക്കി, അഭിഷേകമുള്ള കരുത്തുറ്റുള്ള നിന്റെ അഭിഷേകത്തെ നോക്കി ആത്മാവിൽ പറയട്ടെ, മറ്റുള്ളവരെങ്ങനെ പോകുന്നു എന്നുള്ളത് നീ വിഷയമാക്കരുത്. നിന്റെ അകത്ത് കിടക്കുന്ന ദൈവകൃപയെ നീ പട്ടണത്തിൽ നീ എഴുന്നേൽപ്പിക്കണം. തലമുറകളെ വേട്ടയാടിപ്പിടിക്കുന്ന, തലമുറകളെ തിന്നുകൊണ്ടിരിക്കുന്ന, തലമുറകളെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ദുഷ്ടന്റെ തീയമ്പുകളെ കെടുത്താൻ പരിശുദ്ധാത്മാവിനെ വിളിച്ചിരിക്കുന്നു. ശരിയല്ലേ ദൈവദാസന്മാരെ? ആദ്യകാലങ്ങളിൽ ശുശ്രൂഷകൾക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട് നമ്മൾ എഴുന്നേറ്റ് വന്നപ്പോൾ അകത്ത് നമുക്ക് ഭയങ്കര എരിവായിരുന്നു, അകത്ത് നമുക്ക് ഭയങ്കര ഒരു ആവേശമായിരുന്നു. ഞാൻ രക്ഷിക്കപ്പെട്ടതുപോലെ, ഞാൻ രക്ഷപ്പെട്ടതുപോലെ, ഞാൻ നീതിമാനായതുപോലെ, ഞാൻ ശുശ്രൂഷകൻ ആയതുപോലെ എൻ്റെ സഹോദരനെ, ഒരു വ്യക്തിയെങ്കിലും എഴുന്നേൽപ്പിക്കണമെന്ന് എരിവുണ്ടായിരുന്നു. എന്നാൽ ഈ തലമുറയിൽ എന്തിനൊക്കെയോ വേണ്ടി, ഏതൊക്കെയോ വേണ്ടി, ആവശ്യങ്ങൾക്ക് വേണ്ടി, അത്യാവശ്യങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ കരുവാക്കി ഉപയോഗിക്കുന്നു. എന്നാൽ ഈ തലമുറയിൽ പരിശുദ്ധാത്മാവ് വചനത്തിൽ കൂടി പറയുന്നു, പട്ടണത്തിൽ ദൈവകൃപയുള്ള മൂപ്പന്മാർ വേണം. ഹല്ലേലൂയ. ജാതീയ തേർക്കാഴ്ചകൾക്കും ജാതീയ അനുഷ്ഠാനങ്ങൾക്കും ജാതീയ പിശാചിന്റെ ഹല്ലേലൂയ അന്തരീക്ഷത്തിനും കുടുംബങ്ങളെ വിട്ടുകൊടുക്കുവാൻ മനസ്സില്ലാത്ത മൂപ്പന്മാർ, ദൈവകൃപയുള്ളവർ പട്ടണത്തിൽ എഴുന്നേൽക്കണം. പൗലോസിന് മനസ്സിലായി കുടുംബങ്ങൾ നശിക്കുന്നു. എന്ത് വെളിപ്പാടാ പൗലോസിന്! കാരാഗൃഹത്തിൽ കിടന്നാലും പൗലോസിന് ചിന്ത കർത്താവിന്റെ വേല പുറത്ത് ചെയ്യണമെന്നാണ്, അല്ലെങ്കിൽ കാരാഗൃഹത്തിൽ ചെയ്യും. കാരാഗൃഹത്തിൽ പൗലോസിനെ ഇട്ടടച്ചാൽ, ആമത്തിലിട്ട് പൂട്ടി, അവനെ അനങ്ങാൻ വയ്യാത്ത വിധത്തിൽ അവനെ കാരാഗൃഹത്തിൽ ഇട്ട് പൂട്ടിയാൽ പൗലോസിന്റെ അപ്പോഴുമുള്ളൊരു ചിന്ത, നമ്മളാണെങ്കിൽ ജാമ്യത്തിൽ ഇറങ്ങാൻ നോക്കും. പക്ഷെ പൗലോസിന് അപ്പോഴും ഉള്ള ചിന്ത, ഒന്നെങ്കിൽ ഞാൻ പുറത്തിറങ്ങി ദേശത്ത് സുവിശേഷം പറയും, അല്ലെങ്കിൽ കാരാഗൃഹത്തിന്റെ പ്രമാണിമാരോട് സുവിശേഷം പറയും.
ഒന്നുമല്ലെങ്കിൽ പ്രാർത്ഥിച്ചെങ്കിലും കാരാഗൃഹത്തിന്റെ അടിസ്ഥാനം ഇളക്കി കർത്താവിന്റെ ശക്തി ഞാൻ വെളിപ്പെടുത്തും. പൗലോസിന്റെ ഹൃദയത്തിന്റെ ഭാരം, സുവിശേഷത്തെക്കുറിച്ചുള്ള ദാഹവും വിശപ്പും എന്തൊക്കെയാ! ഈ തലമുറ പരിശുദ്ധാത്മാവേ എനിക്ക് തരണേ. ഹല്ലേലൂയ. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരുപാട് വ്യക്തിയുടെ കൂടെ നിന്നിട്ടുള്ളത്, അവരുടെയൊക്കെ കാഴ്ചപ്പാട്, അവരുടെയൊക്കെ സ്വഭാവം, അവരുടെയൊക്കെ ജീവിത സ്റ്റൈല് വേറെ കണ്ടതാ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇതിനൊന്നും ജാതീയ തേർവാഴ്ചകൾക്ക്, ജാതീയമായ കൂട്ടുകെട്ടുകൾക്ക് കുടുംബത്തെ വിട്ടുകൊടുക്കരുതെന്ന് തീത്തോസിനോട് പറഞ്ഞിട്ട് മൂപ്പന്മാരെ ആക്കണമെന്നുള്ള വെളിപ്പാട് പൗലോസ് നേരത്തെ കണ്ടു, ആത്മാവിൽ കണ്ടുകൊണ്ട് ശുശ്രൂഷിക്കണം ദൈവദാസന്മാർ. നമ്മൾ പറയത്തില്ല, ഒരു മുഴം മുമ്പേ എറിഞ്ഞു വിട്ടോണം. ആ വിത്ത് എവിടെയെങ്കിലും ചെന്ന് വീണ് ഏതെങ്കിലും കുടുംബങ്ങളിൽ ആ വിത്ത് വീണ് തൊടും. ഈ സന്ദേശം പോലും അങ്ങനെയാണ്. പലരും നിങ്ങൾ കാണുന്നുണ്ട്, ഏതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും വ്യക്തിയെ തൊടുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഈ ദിവസങ്ങളിലൊക്കെ വന്ന എല്ലാ ലൈവുകളും കണ്ടവരാരും വിളിച്ചിട്ടില്ല. ലൈവിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നവരാരും വിളിച്ചിട്ടില്ല. പക്ഷേ വിളിക്കുമ്പോൾ പറയുന്നത്, പാസ്റ്റർ ഞാൻ ഇപ്പോൾ കണ്ടപ്പോൾ ഞാൻ വിളിക്കാൻ തോന്നിയതാ, എന്നോട് സംസാരിച്ചു. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ഈ സന്ദേശം പോലും ചില വ്യക്തികളെ രൂപാന്തരപ്പെടുത്തുമെന്നും ചില വ്യക്തികളെ ആത്മാവിൽ കരുത്തുറ്റവരാക്കി മാറ്റുമെന്നും ഞാൻ ആത്മാവിൽ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ശുശ്രൂഷിക്കുന്നത്. പ്രൈസ് ഗോഡ്. പൗലോസിന് മനസ്സിലായി, കുടുംബങ്ങൾ നശിച്ചു പോകുന്നു, കുടുംബങ്ങൾ ഇല്ലാതാകുന്നു. പ്രൈസ് ഗോഡ്. ശരിയല്ല ദൈവമക്കളെ? കൊറോണ കഴിഞ്ഞതിന് ശേഷം കുടുംബങ്ങൾക്ക് പോലും ആരാധന വേണ്ടെന്ന് പോലുമായി. ലൈവ് കണ്ടാൽ മതി. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ പൗലോസ് പറയാണ്, നോ, പട്ടണത്തിൽ നീ മൂപ്പന്മാരെ ആക്കണം. കുടുംബത്തിന്റെ അകത്ത് ദുഷ്ടന്റെ ഉപദേശവും ദുഷ്ടന്റെ തേർവാഴ്ചയും ദുഷ്ടന്റെ ആചാരവും അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിച്ച് കുടുംബങ്ങൾ, തലമുറകൾ നശിച്ചു കൊണ്ടുപോകുന്നു. അവരെ എഴുന്നേൽപ്പിക്കുവാൻ മൂപ്പന്മാരിൽ കരുത്തുറ്റ അഭിഷേകമുള്ള വചനമറിയാവുന്ന മൂപ്പന്മാരെ നീ എഴുന്നേൽപ്പിക്കണം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചർച്ചുകളിൽ അങ്ങനെ എഴുന്നേൽക്കട്ടെ. കുടുംബങ്ങളെ നശിപ്പിക്കുന്നവർ അസത്യവാദികളും, ദുഷ്ടജന്തുക്കളും മടിയന്മാരും പെരുവരന്മാരുമാണ്. ഇത് ജാതീയമായ ചില വേടുകളാണ് പൗലോസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യത്തെ മറച്ച് അസത്യത്തെ കുടുംബങ്ങളിലേക്ക് വിളംബരം ചെയ്യുന്നവർ, ദുഷ്ടജന്തുക്കൾ. എടുത്ത് പരിശോധിച്ച് പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, തേജസ്സായിരുന്ന ദൈവത്തിന്റെ തേജസ്സായിരുന്ന ദൈവത്തെ അവർ ഇഴയുന്ന ജന്തുക്കൾ, നാൽക്കാലികൾ, മൃഗങ്ങളുടെ രൂപങ്ങളാക്കി മാറ്റി. ഞാൻ അവിടെ കൊണ്ട് നിർത്തുകയാണ്. ദുഷ്ടജന്തുക്കളും മടിയന്മാരും പെരുവയറന്മാരുമാക്കി എന്ന് പറഞ്ഞാൽ ജാതീയമായ സകല അനുഷ്ഠാനങ്ങളും അനുഷ്ഠിച്ച് ഹൃദയത്തിൻ്റെ അകത്ത് വെച്ച് പൊറുപ്പിച്ച് ആത്മീയമായ ആഹാരവും ആത്മീയമായ ചിന്തകളും ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാൻ കഴിയാത്ത വിധത്തിൽ സ്തോത്രം, ജാതി അനുഷ്ഠാനത്തിൻ്റെ അകത്ത് കുടികുത്തി വാഴുന്ന ദുഷ്ടജന്തുക്കൾ കുടുംബത്തിൻ്റെ അകത്തുണ്ട്. പുറത്തു വരണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പുറത്തു വരണം. അവരെ വിടുവിക്കുവാൻ ദൈവിക മൂപ്പന്മാർ ആത്മാവിൽ എഴുന്നേൽക്കണം. ഹല്ലേലൂയ. തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായം. അവർ ദൈവത്തെ അറിയുന്നു എന്ന് പറയുകയും പ്രവർത്തികളാൽ അവനെ നിഷേധിക്കുന്നു. അവർ അറിയാത്തവരാരും അനുസരണക്കെട്ടവരും യാതൊരു നല്ല കാര്യത്തിനും കൊള്ളരുതാത്തവരുമായി മാറുന്നു. അവര് പ്രയോജനമുള്ളവരാണ്, അവർ നല്ല അഭിഷേകമുള്ളവരാണ്, അവർ നല്ല നിയോഗമുള്ളവരാണ്, അവരുടെ മേൽ അധിഷ്ഠമായ ദൈവിക കോളിംഗ് ഉണ്ട്. പക്ഷെ അവരെ ചീത്തയാക്കി മാറ്റുന്നത് ചില പിശാചിന്റെ പ്രവർത്തികളാണ്. അതിനെ തകർക്കാൻ ദേശത്തിൽ, പട്ടണത്തിൽ, സഭയിൽ ദൈവകൃപയുള്ള മൂപ്പന്മാർ എഴുന്നേൽക്കണം. പൗലോസിന്റെ ആഗ്രഹമാണ്. ദുഷ്ടജന്തുക്കളിൽ നിന്നും കുടുംബത്തെ നീ വിടുവിക്കണം. ദുരാത്മാവിൽ നിന്നും കുടുംബത്തെ നീ വിടുവിക്കണം. മനുഷ്യന്റെ കെട്ടുകഥകളിൽ നിന്ന് നീ കുടുംബത്തെ വിടുവിക്കണം. അസത്യത്തെ മറച്ചു വെച്ച് കുടുംബങ്ങളെ കെട്ടുകഥ ഉപയോഗിച്ച് അവരോട് സമ്പാദിച്ച് അവരോട് പറഞ്ഞ്
സത്യത്തിലേക്ക് വിടാതെ തടഞ്ഞു വെച്ചിരിക്കുന്ന കുടുംബത്തെ നീ വിടുവിച്ചു കൊണ്ടുവരുവാൻ ദൈവകൃപയുള്ള ദൈവദാസന്മാർ ദേശത്തിൻ്റെ അകത്ത് എഴുന്നേൽക്കണം. പൗലോസിന്റെ നിയോഗമാണ്, പൗലോസിന്റെ ആഗ്രഹമാണ്. ഈ സന്ദർശത്തിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ്. ഹല്ലേലൂയ. ചില അനുഷ്ഠാനങ്ങൾ കുടുംബത്തെ നശിപ്പിക്കുന്നു, ചില ദുഷ്ടജന്തുക്കൾ കുടുംബത്തെ നശിപ്പിക്കുന്നു, ദുരാത്മാക്കൾ കുടുംബത്തെ നശിപ്പിക്കുന്നു. യഹൂദന്റെ ചില കെട്ടുകഥകൾ കുടുംബത്തെ നശിപ്പിക്കുന്നു. മതത്തിന്റെ ചട്ടക്കൂടിന്റെ അകത്ത് കുടുംബങ്ങൾ ഹല്ലേലൂയ കെട്ടപ്പെട്ടതായി ഇരിക്കുമ്പോൾ അവരെ വിടുവിക്കേണ്ടതിന് ക്രിസ്തുവിൽ എരിവുള്ള, ആത്മാവിൽ എരിവുള്ള, ആത്മീയ അഭിഷേകമുള്ള നീ പട്ടണത്തിൽ എഴുന്നേൽക്കണം, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഇന്നലെ വരെ നീ എന്തിനൊക്കെയോ വേണ്ടി ഓടി, ഇന്നലെ നീ വേദികൾക്ക് വേണ്ടി ഓടി, ഇന്നലെ നീ ഏതൊക്കെയോ പ്രവർത്തി, എന്തൊക്കെയോ സംഭവിക്കാൻ, എന്തൊക്കെ എൻ്റെ ലൈഫിൽ സംഭവിക്കാമെന്ന് പറഞ്ഞു ഓടി. എന്നാൽ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ആത്മീയ ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസന്മാരെ കെട്ടുകഥയ്ക്കകത്ത് അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന, പ്രൈസ് ഗോഡ്, ദുഷ്ടജന്തുക്കൾക്കകത്ത് അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ദുരാത്മാക്കൾക്ക് അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന, പ്രൈസ് ഗോഡ്, പാരമ്പര്യങ്ങൾക്ക് അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളെ ആത്മാവിൽ ഉയർത്തുവാൻ, ആത്മാവിൽ എഴുന്നേൽപ്പിക്കുവാൻ, ആത്മാവിൽ കെട്ടുറച്ച ആത്മീയ തേജസ്സുള്ള, ആത്മീയ അഭിഷേകമുള്ള ദൈവദാസന്മാർ പട്ടണങ്ങളിൽ എഴുന്നേൽക്കേണ്ടത് അത്യാവശ്യമായിക്കൊണ്ടിരിക്കുന്നു. അതിൽ കൂടി ചില തലമുറകൾ പുറത്തു വരും, അതിൽ കൂടി ചില കുടുംബങ്ങൾ പുറത്തു വരും. അതിൽ കൂടി ചില സഭയ്ക്കകത്തും സുവിശേഷകന്മാർ, ദൈവവിളിയുള്ളവർ എഴുന്നേൽക്കും. ആത്മാവിൽ എരിവുള്ളവരായി പരിശുദ്ധാത്മാവരെ ഉപയോഗിക്കും. വേണ്ടേ? ഹല്ലേലൂയ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. അടുത്ത തലമുറകൾ ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് നിൽക്കണം. കെട്ടുകഥയ്ക്കകത്ത്, ദുഷ്ടജന്തുക്കകത്തിനകത്ത്, ദുഷ്ട ഉപദേശത്തിന്റെ അകത്ത് വീണ് കിടക്കുന്ന കുടുംബങ്ങളെ ആത്മാവിൽ എഴുന്നേൽപ്പിക്കുവാൻ കരുത്തുറ്റ ദൈവദാസന്മാർ, അഭിഷേകമുള്ള ദൈവദാസന്മാർ, ഹല്ലേലൂയ, ഹല്ലേലൂയ, സുവിശേഷത്തെ കുറിച്ചുള്ള എരിവുള്ളവർ, ആത്മീയ രാജ്യം വളരണമെന്ന് ഹൃദയത്തിന്റെ അകത്ത് ബോധ്യമുള്ളവർ ആത്മാവിൽ ഒന്ന് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിച്ചോണം. യേശുവിന്റെ നാമത്തിൽ അടുത്ത തലമുറകൾ ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കണം. അടുത്ത ലഹരി പരിശുദ്ധാത്മാവാണ് അവരുടെ. അടുത്ത ലഹരി അവർ ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കണം. അടുത്ത ലഹരി എന്ന് പറയുന്നത് ദൈവിക രാജ്യമായിരിക്കണം. ഈ തലമുറയിൽ മദ്യത്തിനും മയക്കുമരുന്നിനും MDMനൊക്കെ ലഹരി പിടിച്ച് റോട്ടിൽ കോളേജുകളിൽ, സ്കൂളുകളിൽ, ഹോസ്റ്റലുകളിൽ, കുടുംബങ്ങളിൽ പോലും ദുഷ്ടന്റെ തേർവാഴ്ച നടത്തുമ്പോൾ ആത്മാവിൽ കരുത്തുറ്റ ദൈവദാസന്മാരെ ആത്മാവിൽ കൈകൂപ്പി ഞാൻ പറയട്ടെ, അവരെ വിടുവിക്കുവാൻ എനിക്കും നിങ്ങൾക്കും ഹല്ലേലൂയ ആത്മാവിൽ കഴിയണം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിച്ചാലോ? നമ്മുടെ ദേശത്തിന് വേണ്ടി, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി അവർ വിടുവിക്കപ്പെടാൻ, നമ്മുടെ ശുശ്രൂഷകന്മാർക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിച്ചാലോ? പ്രാർത്ഥിക്കാം. പിതാവേ, അങ്ങയുടെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയുള്ള, അഭിഷേകമുള്ള, കരുത്തുറ്റയുള്ള ദൈവദാസന്മാരാണ് ഈ സന്ദേശം കേൾക്കുന്നത്. പ്രിയരെ, ഇവരിലൂടെ അനേക തലമുറകൾ എഴുന്നേൽക്കണം. പ്രൈസ് ഗോഡ്. പെന്തക്കോസിന്റെ പാരമ്പര്യത്തിൽ കിടക്കുന്ന പാരമ്പര്യമായുള്ള തലമുറകളല്ല, ജാതീയ പക്ഷത്തു നിന്നും തലമുറകൾ ക്രിസ്തുവിന്റെ ഭാഗത്തേക്ക് വരണം. പ്രൈസ് ഗോഡ്. യേശുവിന്റെ നാമത്തിൽ അവരുടെ ശുശ്രൂഷകൾ, അവരുടെ പ്രവചനങ്ങൾ, അവരുടെ കാഴ്ചപ്പാടുകൾ, അവരുടെ നിയോഗങ്ങൾ, അവരുടെ യാത്രകൾ എല്ലാം പരിശുദ്ധാത്മാവിന്റെ നിയോഗമായി ബന്ധപ്പെടുത്തി പരിശുദ്ധാത്മാവെ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അനേകരെ ആത്മാവിൽ ഈ തലമുറയിൽ 2025 ഞങ്ങളുടെ ആയുസ്സിൽ, ഞങ്ങളുടെ ഈ നല്ല ആരോഗ്യത്തിൽ, ഞങ്ങളുടെ ഈ നല്ല പ്രായത്തിൽ, ഞങ്ങളുടെ ഈ നല്ല സൗണ്ടിൽ പരിശുദ്ധാത്മാവെ നീ ഞങ്ങളെ ഉപയോഗിക്കണമെന്ന് അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സകലരുടെ മേലും ദൈവത്തിൻ്റെ ആത്മീയ പകർച്ച ഞാൻ കൈമാറി പ്രാർത്ഥിക്കുന്നു. ദൈവം ഇവർ കൊടുത്ത ദർശനം, ഇവർ കൊടുത്ത കാഴ്ചപ്പാട് ആത്മീയ എരിവോടെ, ആത്മീയ കാഴ്ചപ്പാടോടെ പരിശുദ്ധാത്മാവിൽ ഹല്ലേലൂയ വളർത്താൻ പരിശുദ്ധാത്മാവെ നീ സഹായിക്കണമെന്ന് അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി പറയുന്നു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നമ്മുടെ ശുശ്രൂഷകൾ, നമ്മുടെ കാഴ്ചപ്പാടുകൾ, നമ്മുടെ നിയോഗങ്ങൾ, നമ്മുടെ പണം, നമ്മുടെ യാത്രകൾ അടുത്ത തലമുറകൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ, ശുശ്രൂഷയിൽ പ്രയോജനപ്പെടാൻ പരിശുദ്ധാത്മാവ് ഇടവരുത്തട്ടെ. കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും യേശുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടി അവൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഒരുപാട് വ്യക്തികൾക്ക് ഈ തലമുറയിൽ പ്രയോജനപ്പെടട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.